വാട്ട പടം, വാട്ട മേക്കിംഗ്. മലയാളത്തിൽ മിസ് ചെയ്തൊരു ഐറ്റം ആയിരുന്നു. സൂപ്പർ ഒന്നും പറയാൻ. നന്നായിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ഡിഫറെന്റ് പാറ്റേണിലുള്ള മൂവിയാണ്. പിന്നെ ചെമ്പനൊക്കെ ത്രൂ ഔട്ട് ഇതായിട്ടുണ്ട്. മണികണ്ഠന്റെ ഒക്കെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ആഫ്റ്റർ ദ കമ്മിറ്റി പാടം. പിന്നെ ഒരു 2 മുതലുകളുണ്ട്. ഇത് അത് കണ്ടറിയാൻ പറ്റും. അവരെ എൻട്രി കഴിഞ്ഞ് പടം വേറെ ലെവല. കിടിലം പടം ഒന്നും പറയല്ല, വേറെ ഒന്നും പറയല്ല. അതായത് അങ്കമാലിക്കാരെ ചെമ്പൻ വിനോദിന്റെ അനിയൻ ഉല്ലാസനം പിടിച്ച കിടിലം പടം. അതിൽ BGM ഒക്കെ ഉണ്ടല്ല, അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാനുള്ള നമ്മളുണ്ട്. ഒരു വ്യത്യസ്തമായൊരു കഥ, അങ്ങനെ വേണം പറയാം. അടിപൊളി പടം. അടിപൊളി പടമാണ്. ഭയങ്കര മേക്കിംഗ് ആണ്. LGP പടം പോലെ ഇരിക്കും. ആക്ഷൻ സൂപ്പറാണ്. ചെമ്പൻ വിനോദ് തകർത്തു. ഇത് സർപ്രൈസ് ഹിറ്റായിരിക്കും. രോമാഞ്ചം പോലെ. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഞാനത് കണ്ട് ഇറങ്ങിയതിൻ്റെ ഒരു ടെൻഷനിലാണ്. ലൈക്ക് ഹൗ പീപ്പിൾ ആർ റിസീവ്ഡ് ഇത് എങ്ങനെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. താങ്ക് യു സോ മച്ച്. പദ്മിനി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഈ സിനിമയുടെ. അപ്പോൾ ഒബ്വിയസ്ലി ഐ വാസ് ദെയർ. ബാക്കി ഇനിയിപ്പം ഓഡിയൻസ് പറയുന്നതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ ഓഡിയൻസ് പറയുന്നതിൻ്റെ പറഞ്ഞിട്ട് വേണം മനസ്സിലാക്കാൻ. താങ്ക് യു വേണം. താങ്ക് യു. ഗംഭീര പടമായിട്ടുണ്ട്. ഉല്ലാസിന്റെ പാമ്പിച്ചി ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മേക്കിംഗ് അതേ നന്നായിരുന്നു. ഇത് അതിൻ്റെയും ഒരുപാട് മേലെയാണ്. നല്ല പടമായിട്ടുണ്ട്. താങ്ക് യു. തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണണം. ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. പെർഫോമൻസ് വൈസും മേക്കിംഗ് വൈസും എല്ലാം സൂപ്പറാണ്. ഗംഭീര പടം. അടിപ്പടം എന്നല്ല, ഇതിൽ ഇമോഷൻസ് ഉണ്ട്. അടിപ്പടമാണ്, അങ്ങനെ എല്ലാ തരത്തിലും ഭയങ്കര തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പറയാം. ഞാൻ ഒരു 6-7 കൊല്ലമായി സിനിമയിൽ വന്നിട്ട്. പക്ഷെ റിയലായിട്ട് ഇങ്ങനെ കരയാൻ കിട്ടുന്ന ഒരു അവസരം ഇപ്പോഴാണ്. ഇതിനു മുമ്പ് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ നല്ലത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവേശം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇത് കേട്ടിട്ട് കുറെ കാലമായി ഞാൻ എനിക്ക് ഒരു 2ാമത്തെ ലൈഫാണ് ഉല്ലാസ് ഭായി തന്നിട്ടുള്ളത്. നടുവൊടിഞ്ഞ് പണ്ടാണെങ്കിൽ അത് ഭയങ്കര സന്തോഷം. താങ്ക് യു. ഭയങ്കര സന്തോഷം. ഇനി എല്ലാരും സിനിമ കാണാം. ഇനി ഞങ്ങൾ തന്നെ പറയണതിന്റെ അപ്പുറം നിങ്ങൾ കാണാൻ നമ്മൾ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത് ഫുൾ ഔട്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളവർ പറയട്ടെ. താങ്ക് യു. പൊളിച്ചുണ്ട് മെറിനൊന്നും വെളിയിലുണ്ടെന്നോ പറയാനോ എന്താ പറയാ. നല്ല രസം. താങ്ക് യു. രസമുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞ പോലെ ഞങ്ങളുടെ അതില് വേറെ എന്താ കൂടുതലൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അല്ലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് വരുന്നതൊക്കെ എന്താണെന്നറിയില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വരാം. ഇനി നിങ്ങൾ പടം കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം. പിന്നെ കണ്ട ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കുക. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. അല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഈ ഒരു തിയേറ്ററിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എറണാകുളത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചെമ്പോസ്കിയുടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിലും പിന്നെ നല്ല രസകരമായിട്ട് എനിക്കിത് എന്താ പറയാ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉല്ലാസ് ചെമ്പൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, പുള്ളിയാണ് പുള്ളി. പിന്നെ നിങ്ങൾ കണ്ടതല്ലേ സിനിമ?